ആദർശ പ്രചരണ മാർഗത്തിൽ ഒരത്ഭുതമായിരുന്നു സുന്നി യുവനിര സംഘടിപ്പിച്ച മുഖാമുഖങ്ങൾ. കൊട്ടും കുരവയുമായി, കുത്തിനിറച്ച ഡയറിക്കെട്ടുകളുമായി സത്യദർശനം ഊതിക്കെടുത്താൻ മുഖാമുഖവേദികളിലേക്ക് മത്സരിച്ചെത്തിയ വിദ്അത്ത് പണ്ഡിതർ വിഷണ്ണരായി തിരിച്ചു നടന്നതിന് ചരിത്രം സാക്ഷി. അങ്ങനെ മൗലവിമാർ നിരന്തരം മുട്ടുമടക്കി. വികൃത ദർശനങ്ങളുടെ മരണമണി മുഴങ്ങിയത് കേരളം ആനന്ദപൂർവ്വം ശ്രദ്ധിച്ചു. ഇപ്പോഴിതാ പന്നിയങ്കരക്ക് ഒരുത്തമ പിൻഗാമി. തോടന്നൂർ മുഖാമുഖം വർദ്ധിത വീര്യത്തോടെ അലവി സഖാഫിയെയും സുന്നി പണ്ഡിതരെയും പിടിച്ചു വിഴുങ്ങാൻ അവതരിച്ച മുജാഹിദ് പണ്ഡിതർ സത്യസരണിയുടെ പ്രോജ്വലതയുടെ മുന്നിൽ തളർന്നു വീഴുന്നതിൻ്റെ നേർക്കുനേർ ദൃശ്യാനുഭവം. ഒപ്പം നിന്നിരുന്നവർ കാര്യം ബോധ്യപ്പെട്ട് കൂടഴിയുന്നതിൻ്റെ നേർക്കാഴ്ചകൾ. ഇരുണ്ട പാതയിലൂടെയാണ് ഗമനമെന്നു തിരിച്ചറിഞ്ഞപ്പോൾ വഹാബിസം വലിച്ചെറിഞ്ഞ മുഹമ്മദ് അലിയുടെ ആത്മസംതൃപ്തി നമുക്കിവിടെ അനുഭവിച്ചറിയാം. അതേ, മുഖാമുഖങ്ങൾ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മതി മുജാഹിദിന്റെ വിഴപ്പുപാണ്ഡം നമുക്കുപേക്ഷിക്കാം. ഈ കാസറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത് SYS തോടന്നൂർ യൂണിറ്റ് കമ്മിറ്റി. ഫോൺ 9846005313. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവാധിപനായ അല്ലാഹു അനുഗ്രഹം നൽകി പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ നേടുന്നതിനു വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇരുലോകത്തും ധാരാളം നന്മകൾക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്താണ് എന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തത ഉള്ള ഒരു വിഷയം അല്ല. മറിച്ച് നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം വിശ്വസിച്ചു വരുന്ന, ആചരിച്ചു വരുന്ന വിശ്വാസ ആചാര പദ്ധതികൾക്കെല്ലാം മുസ്ലിം ലോകം നേരത്തെ തന്നെ ഉൾക്കൊണ്ട് നടപ്പിൽ വരുത്തി വരുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ലോകത്ത് അതിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ തിരിച്ചറിയായ്മകളോ ഒന്നും നിലനിൽക്കുന്നില്ല. കാരണം പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ അള്ളാഹുവിന്റെ മതത്തെ, ഇസ്ലാം ദീനിനെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെയാണോ നബിതങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ, വ്യത്യാസങ്ങളില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും അതിന് അള്ളാഹു തെരഞ്ഞെടുക്കുകയും അംഗീകാരം നൽകുകയും ചെയ്ത ഒരു വിഭാഗത്തിലൂടെയാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇസ്ലാമിന്റെ പ്രചാരണം, അതിന്റെ പ്രചരണം, ഇതെല്ലാം സത്യത്തിൽ നടക്കുന്നത് മഹാന്മാരും മഹത്തുക്കളുമായ ഉത്തമരായ അള്ളാഹു അംഗീകരിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ഒരു വിഭാഗത്തിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാം എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ, ഇസ്ലാം എവിടേക്കെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ, ഇസ്ലാം ആരിലേക്കെല്ലാം എത്തിയിട്ടുണ്ടോ, അതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധമായ പ്രമാണങ്ങളിലൂടെ ഇവിടെ ജീവിച്ച് അത് നടപ്പിലാക്കി നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയം ഉൾക്കൊള്ളേണ്ടത് എന്ന്, അത് വിശ്വാസരംഗത്തായിരുന്നാലും കർമ്മരംഗത്തായിരുന്നാലും വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന ആളുകൾ ആ വിഷയത്തിൽ വളരെ ബോധമുള്ള ആളുകളായിരുന്നു. അങ്ങനെയാണെങ്കിലും ഇടക്കാലത്ത് ഇസ്ലാം അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, സ്വഹാബികൾ പ്രചരിപ്പിച്ച ഇസ്ലാം ഉൾക്കൊണ്ട ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം, ആ ഇസ്ലാം ഉൾക്കൊണ്ട ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പക്ഷത്ത്, ഇസ്ലാമിക വിശ്വാസ കർമ്മങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ അല്ല എന്ന പ്രചരണത്തിലൂടെ അവാന്തര വിഭാഗങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയവരായ ആളുകൾ രംഗപ്രവേശനം നടത്തുകയും അവർ ഇസ്ലാമിനെ വികലപ്പെടുത്തുന്ന ധാരാളം വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, പ്രമാണങ്ങളുടെ പേരിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.